പകൽ CPM-ഉം രാത്രി പോപ്പുലർ ഫണ്ടുമായ പോപ്പുലർ ഫണ്ട് മൈൻഡ് സെറ്റ് ആണ് അദ്ദേഹത്തിനുള്ളത്. ആ മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത്. റഹീം തുടരാം. അല്ല അരുണേ, ഈ സമയം അപഹരിക്കേണ്ട കാര്യമൊന്നും ആയിരുന്നില്ല. ഞാൻ പറയേണ്ട സമയത്തായിരുന്നു. പോട്ടെ, ഞാൻ ഇനി അതിലേക്ക് വരാം. ഈ സന്ദീപ് വാര്യർ ഈ വിഷയത്തിൽ നിന്ന് എത്രയോ അകന്നാണ് അദ്ദേഹം എന്നെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നത്. നിങ്ങൾക്ക് പ്രശ്നം എന്റെ പേരാണെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ RSS ആകുന്നത്. അതുകൊണ്ട് മാത്രമാണ് RSS ആകുന്നത്. ഇല്ലാതെ ഒരാൾക്ക് RSS ആകാനാകില്ല. ഞങ്ങൾ രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയം വിമർശിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ RSS-ലേക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ആ അർത്ഥത്തിൽ പല വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുമുണ്ട്. SM കൃഷ്ണ BJP ആയെങ്കിൽ SM കൃഷ്ണയേക്കാൾ താരതമ്യേന ജൂനിയറായി നിൽക്കുന്ന ഏതൊരാൾക്കും RSS ആകാം, BJP ആകാം എന്ന് ഞങ്ങൾ ഉദാഹരിച്ചിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഇവിടെ എന്നെ ഈ പറയുന്ന വിധം പോപ്പുലർ ഫ്രണ്ട് മൈൻഡ് സെറ്റ് ആണെന്ന് പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ ഉന്നയിച്ച ഒരൊറ്റ ആരോപണം നിങ്ങളുടെ മുട്ടുകുത്തിച്ചപ്പോൾ നിങ്ങൾ പറയാൻ ഉപയോഗിച്ചത് എത്നിക്കായിട്ടുള്ള വംശീയമായിട്ടുള്ള ഒരു അധിക്ഷേപത്തിന് താങ്കൾ നിൽക്കുകയാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോഴാണോ ഈ പറയുന്ന മനുഷ്യത്വത്തെക്കുറിച്ചും പൗരാവകാശത്തെക്കുറിച്ചും പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് സുഡാപ്പി കാപ്പൻ എന്ന് പറഞ്ഞ സിദ്ദീഖ് കാപ്പനെയാണ് നിങ്ങൾ ഉദ്ധരിച്ചത്. എന്നാൽ ഞാൻ പറഞ്ഞത് സിദ്ദീഖ് കാപ്പനെ മാത്രമല്ല, സ്റ്റാൻ സ്വാമിയാരാണ്. 83 വയസ്സാണ്. നിങ്ങൾ ജയിലിലിട്ടിരിക്കുന്നു. അദ്ദേഹം മലമൂത്ര വിസർജനത്തിന്റെ നടുവിൽ കിടക്കുന്നത് കണ്ട് കരളലിയിപ്പിക്കുന്ന റിട്ട് പെറ്റീഷനുമായി ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് ചെന്ന് കയറുമ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ച അവസരം അദ്ദേഹത്തെ ജയിൽ ആക്കി. ആരാണ് സഞ്ജീവ് ഭട്ട്? ആരാണ് ഡോക്ടർ കഫീൽ ഖാൻ? ഇനി ഞാൻ പറയണോ? എത്രയെത്ര മനുഷ്യരാണ്. ഞാനിവിടെ എടുത്തു പറഞ്ഞു. ശാസ്ത്രകാരന്മാർ, ചരിത്രകാരന്മാർ. നിങ്ങൾ ആരെയും പിടിച്ചകത്തിട്ടില്ലേ? രാമചന്ദ്ര ഗുഹയെ പിടിച്ച് ഒരു ക്രിമിനലിനെ പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന പോലെ ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയവർ നിങ്ങളാണ്. ആരാണ് രാമചന്ദ്ര ഗുഹ? ഇതൊന്നും മനസ്സിലാക്കാനാകാതെ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ വർഗീയമായി അധിക്ഷേപിക്കുകയാണോ? ഒരു RSS-കാരന്റെ കയ്യിലെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേട് എനിക്കെന്നല്ല, ഇന്ത്യയിലെ ഒരു മതേതര വിശ്വാസിക്കും ഉണ്ടാവുകയില്ല. മനസ്സിലായല്ലോ? അതാണ് ശ്രീ സന്ദീപ് വാര്യർ മനസ്സിലാക്കേണ്ടത്. നല്ല സ്കൂളിൽ പഠിക്കണം, നല്ല വീട്ടിൽ നിന്ന് ഉണ്ണണം, നല്ല വീട്ടിൽ ശിക്ഷണത്വം ഭരിക്കണം. അതിന്റെ കുഴപ്പമാണ്, അതിന്റെ കുറവാണ്. ആ കുറവ് സ്വയം അങ്ങ് തീർത്താൽ മതി. വന്നിരിക്കുന്നവരുടെ മെക്കിട്ട് കയറി അങ്ങ് അവസാനിപ്പിക്കാമെന്ന് കരുതേ സന്ദീപ് വാര്യരെ. കേട്ടോ, അവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കാം. നമുക്ക് ബാക്കി രാഷ്ട്രീയം പറയാം.